Entire world knows the capability of India, capability of ISRO, capability of Indian education system. നമ്മൾ ഇങ്ങനെ ബൈസൈക്കിൾ വെച്ചാണ് പണ്ട് റാക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് 9 places 9 സ്ഥലത്തിലെ നമ്പർ 1 പൊസിഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അത് ഇന്ന് നമ്മളുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്, ഒരു ഭയങ്കര ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. 2040 he wanted Indians to land on moon and come back. During the Sindhur operation, perfectly our satellites were working. Without artificial intelligence, nothing will happen. The entire world is looking on us. Everybody is looking how the Indians are going to perform. Our political leaders are very good people. Prime Minister is one of the best supporting. Tell us a little bit about the journey of yours. See, I am from a very humble family background, from a village. Honestly speaking, when I was studying, I was not knowing much about space. I open at number. Then always my target was to get first rank. Idan padikapollu. Then padichi I got a job in fact I didn't go through the BTech line. I got first rank in my school. In the 10th standard, then my father asked somebody, his relative who was only 8th standard pass, what to do with him. Then he told, Joli kittanengil kondu avada polytechnic admit cheyda joli kittu. Anganeyanu polytechnic kondu admit cheythu. Then avada admit cheyda session മനസ്സിലാവുന്നത് അയ്യോ എഞ്ചിനീയറിംഗ് പോകണമെങ്കിൽ ഇല്ലെങ്കിൽ MBBS പോകണമെങ്കിൽ +2 റൂട്ടിൽ പോകണം. പിന്നെ അവിടെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തപ്പോൾ ഐ ഡിസൈഡഡ് ബെറ്റർ ടു ഗെറ്റ് ഫസ്റ്റ് റാങ്ക് ഇൻ ദ കോളേജ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് 3 കൊല്ലം പഠിച്ച് കോളേജിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ ഈ പാലിറ്റിനിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് പാടാണ് ആ സമയത്തിൽ. അങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ പിന്നെ ജോലി കിട്ടി. നൗ വാട്ട് ടു ഡു, ഏതർ ഗോ ഫോർ സ്റ്റഡി ഓർ ജോബ്. സോ ഫൈനാൻസ് കണ്ടീഷൻ ഡസിൻ പെർമിറ്റ് മീ ടു ഗോ ഫോർ സ്റ്റഡീസ്. സോ ഐ ഹാഡ് ടു ഗോ ഫോർ ജോബ്. പിന്നെ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു. ഇത് ISRO ജോലി 4ാമത്തെ ജോലിയാണ്. ഫസ്റ്റ് ഐ ജോയിൻഡ് ഇൻ TI സൈക്കിൾസ് പ്രൈവറ്റ് കമ്പനി ഇൻ ചെന്നൈ. ഫ്രം ദെയർ ഐ വാസ് സെലക്ടഡ് ബൈ MRF കമ്പനി. നിങ്ങൾക്കെല്ലാം അറിയാം. MRF അപ്ലൈ ചെയ്തില്ല. ദേ സെലക്ടഡ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഫ്രം എവറി പോളിടെക്നിക്. ദേ ഗേവ് 3 people അപ്പോയിൻമെൻറ്റ്. അതിൽ ജോയിൻ ചെയ്ത് പിന്നെ അവിടെ ഇരുന്ന് BHL അവിടെ ജോയിൻ ചെയ്ത് പിന്നെ അവിടെ ഇരുന്ന് തന്നെ ISRO കിട്ടിയപ്പോൾ ഐ ജോയിൻഡ് ഹിയർ. അപ്പോൾ ആ സമയത്തിൽ ഇങ്ങനെ ചെയർമാൻ ആവണം, ഡയറക്ടർ ആവണം, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തൻ്റെ ജോലിയെ ദൈവത്തിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം. ഓൺലി ദാറ്റ് മച്ച്. ദെൻ വെൻ യു ഗ്രോ അപ്പ് ഇൻ ദ ലാഡർ, യെസ് യു ഗ്രോ അപ്പ്. So you don't expect today one then I should become chairman, I should become yes, everybody has to have a target, but then you have to work. ISRO is an organization, everybody is top ranking students and everybody is outstanding. Do your job and leave it to the system. And ISRO is such a meritorious organization, such an outstanding organization. Those who are working hard are smart way working, people will recognize and you will move up in the ladder. Sir, the first company work profile is that? I was working in the cycle chain അറിയാമല്ലോ, അവിടെ ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയും. പ്ലാനിങ് സെക്ഷൻ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. എനിക്ക് ഡിപ്ലോമയിൽ അതൊരു എലക്റ്റീവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ ജോലി ചെയ്ത്. പിന്നെ അവിടെ നിന്ന് MRF വാസ് എ പ്രസ്റ്റീജിയസ് സെലക്ഷൻ. കാരണം 28 പോളിടെക്നിക് ടോപ്പറെ വിളിച്ച് അവർ തന്നെ വിളിച്ചു, നമ്മൾ അപ്ലൈ ചെയ്തില്ല, വിളിച്ച് 3 പേരെ സെലക്ട് ചെയ്തു. പിന്നെ അവിടെ ഒരു 1 month ഉണ്ടായിരുന്നു. പിന്നെ അത് വിട്ടിട്ട് BHL ഈസ് എ വെരി ബിഗ് കമ്പനി, വെരി ബിഗ് ദിസ് ഓൺ. അവിടെയും സെയിം തിങ്, ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പിന്നെ അവിടെ നിന്ന് ISRO വന്നപ്പോൾ പ്രോസസ് കൺട്രോൾ. ഇസ്രോന്ന് ആ സമയത്തിൽ ISRO ഈസ് എ ഗവൺമെൻറ് ജോബ് പ്ലസ് എനിക്ക് നേറ്റീവ് പ്ലേസ് നാഗർകോയിൽ. അപ്പം അച്ഛൻ ഇവിടെ വന്നാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അപ്പം മഹേന്ദ്ര ഏരിയയിൽ ദേ വർ സ്റ്റാർട്ടിങ് ദ ഓഫീസ്. അങ്ങനെ ലാട്ട് ഓഫ് തിങ്. ആൻഡ് ISRO അത്ര അറിയില്ല, ബട്ട് ISRO ഈസ് എ ഗുഡ് ഓർഗനൈസേഷൻ ഒരു ഐഡിയ ഉണ്ട്. ഗവൺമെൻറ് ജോലിയല്ലേ, അങ്ങനെ വന്ന് ജോയിൻ ചെയ്തു. അത്ര സത്യം പറഞ്ഞാൽ, ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ അത്ര ഒരു ഐഡിയ. ആൻഡ് ആഫ്റ്റർ ജോയിനിങ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഒരു 2 years 3 months ഗ്രാജുവേഷൻ AMI കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എഞ്ചിനീയറായിട്ട് പ്രൊമോഷൻ കിട്ടി. Then
ഇവിടെ ISROன்னா ഇവിടെ BTech இந்த MTech PhD എല്ലാം ഉണ്ട്. സോ ഐ റോട്ട് ഗേറ്റ് എക്സാം. അതിൽ ഇവിടെ ട്രിവാൻഡ്രം റീജിയനിൽ ഹയസ്റ്റ് സ്കോർ കിട്ടി. അത് വെച്ച് IIT പോയി. IITയിൽ 370 MTech സ്റ്റുഡൻസ് എഴുതിയാർ. അതിൽ 5 പേർ കാണും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടിയത്. 90% മോർ 9 CGPA 9 എന്ന് പറയും. 10ക്ക് 9ക്ക് മുകളിലുള്ളത് മൊത്തം 370 സ്റ്റുഡൻസിൽ 7 പേർക്ക് മോർ ദാൻ 9 കിട്ടി. അതിൽ 5 പേരാണ് ഡിപ്പാർട്ട്മെൻറ്റ്, 6 പേര് ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പേഴ്സ്. അവർക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടി. പിന്നെ MTech ഈസ് നോട്ട് ഈക്വൽ ടു PhD. പിന്നെ അപ്പം ഒരു PhD ചെയ്യാൻ തോന്നി. പിന്നെ IITയിലെ എയറോസ്പേസിൽ PhD ജോയിൻ ചെയ്തു, എക്സ്റ്റേണൽ രജിസ്ട്രേഷൻ. ഇന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എൻ്റെ MTech തീസിസ് ആൻഡ് PhD തീസിസ് രണ്ടും നമ്മുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിൽ ഉള്ള ക്രയോജനിക് സിസ്റ്റം C-25 സിസ്റ്റത്തിൽ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി യൂസ്ഫുൾ. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം ഇതൊന്ന് സത്യം പറഞ്ഞാൽ ഡോണ്ട് ലുക്ക് അറ്റ് വാട്ട് വിൽ ഹാപ്പൻ, യു ഡു യുവർ പാർട്ട് വെൽ. Sir, ISROന്റെ ഒരുപാട് milestones you have reached, and you have seen the journey of ISRO also from 1984 when you joined. So, could you tell us about the growth of ISRO that you saw? Say, as you all know, ISRO, Indian Space Program, was started in the year 1962. In fact, the entire discussion on starting the space program was done in the year 1961. That's what I understand from one of the senior members, Professor Chitnis. I don't know how many of you are aware. Chitnis, he completed his studies in MIT, USA and returned in 1961. That time Sarabhai and both couple of people discussed, and 1962 space program was started. അപ്പോൾ നമ്മൾക്ക് 1-2 മേജർ മൈൽ സ്റ്റോൺസ് ഉണ്ട്. 1963 November 21 ആണ് ഒരു മൈൽ സ്റ്റോൺ. അന്നാണ് ദ ഫസ്റ്റ് ഒരു സൗണ്ടിങ് റോക്കറ്റ്. ഇറ്റ് ഈസ് ലിഫ്റ്റിംഗ് ഓഫ് ഫ്രം ഇന്ത്യൻ സോയിൽ. ആ സൗണ്ടിങ് റോക്കറ്റ് ഡൊനേറ്റ് ചെയ്തത് USA ആണ് ഡൊനേറ്റ് ചെയ്തത്. ആൻഡ് പേരോഡ് എന്ന് പറയുന്നത് ദർ ഇസ് എ സോഡിയം വേപ്പർ ലാമ്പ് ദാറ്റ് കെയിം ഫ്രം ഫ്രാൻസ്. So it was assembled in our church building and it was launched. Next major milestone is November 20, 1967. That first indigenous sounding rocket is lifting off from Indian soil. But the propellant came from Aravangad defense lab. And 1969, August 15, ISRO is formed. And 1972 ISRO is becoming a separate department called Department of Space is formed. Until then, first 10 years this activity was with the Department of Atomic Energy. So 72 is another milestone. Now if you look at our programs, there are 3 major programs to bring the benefit of space to common man. It was initiated under the visionary leadership of Sarabhai. We need satellites of different types and launch vehicles to place the satellite in the orbit. We need application-oriented activities and ground segments. Take satellite. 1975 April 19 is a major milestone for us. That is the day the first Indian satellite called Aryabhatta, which was totally built with the support of Russians and launched by Russian vehicle, and that was placed in the orbit on April 19, 1975. During the last 50 years, if you see the growth, it is a phenomenal growth. Almost 132 satellites of different types we have conceived, built and placed in the orbit, and currently 55 satellites are in the orbit. And the heaviest satellite what we have built is called GSAT-11 satellite. It is a 6,000 kg satellite, high throughput satellite, currently working very safely in the space. Now, next activity in launch vehicle activity. Adinte major milestone in 1979 first SLV-3 was launched, but it was an unsuccessful mission. It was a partially successful mission. In 1980, first rocket successfully getting lifted off and placing a 35 kg satellite in the low Earth orbit. The project director, none other than APJ Abdul Kalam sir. The chairman, Professor Satish Dhawan.
Then it is not only one project director and chairman, it's a host of senior leaders like Dr. A. Muthanayagam, Dr. Vasant Kavariga, Dr. S.C. Gupta, all the people together they built that vehicle. And from that till now, we have developed 6 generations of launch vehicles. SLV 3 തൊട്ട് up to SSLV വരെ 6 generations of launcher നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേപ്പബിലിറ്റി നോക്കിയാൽ അന്ന് 35 kg ലോ എർത്ത് ഓർബിറ്റിൽ ലോഞ്ച് ചെയ്ത കേപ്പബിലിറ്റി ടുഡേ അവർ കേപ്പബിലിറ്റി ഈസ് ക്ലോസ് ടു 10,000 kg ഇൻ ദ ലോ എർത്ത് ഓർബിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഞ്ചർ സക്സസ് ആയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. I took over as the chairman after 41 years of service in ISRO. January 13th ചാർജ് എടുക്കുന്നത്. അപ്പം ജനുവരി 29 100ാമത്തെ ലാഞ്ചാണ്. അത് 100ാമത്തെ ലാഞ്ച് വന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ഭയങ്കര ഒരു ടെൻസ് ആൻഡ് എക്സൈറ്റിംഗ് മൂമെൻറ്റ്. ആൻഡ് എനിവോ വി വാണ്ട് ടു മേക്ക് ഇറ്റ് വെരി സക്സസ്ഫുൾ. വി ആർ കോൺഫിഡൻറ്റ് ആൻഡ് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് സക്സസ്ഫുൾ മിഷൻ ആൻഡ് വി ആർ റിട്ടൺ ഇൻ ദ ഗോൾഡൻ ലെറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ദ 100th launcher was successful launch. അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ഇഫ് യു മിസ് ദെൻ വെൻ യു വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ 150, 200 ഇങ്ങനെയുള്ള മൈൽ സ്റ്റോൺ ഓൺലി വിൽ ഗെറ്റ്. പിന്നെ ഇപ്പം നമ്മൾ 102ാമത്തെ റോക്കറ്റ് പോയത് ലാസ്റ്റ് മന്ത് 30th പോയത്. നമ്മൾ യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, അന്ന് നമ്മൾക്കൊരു ചെറിയ സൗണ്ടിങ് റോക്കറ്റ് ഡൊനേറ്റ് ചെയ്ത ഒരു കൺട്രി ടുഡേ ദേ ആർ അവർ ഈക്വൽ പാർട്ട്നേഴ്സ് USA. ആൻഡ് US-ഉം നമ്മളും ചേർന്ന് ഒരു നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് വി ഹവ് ബിൽറ്റ്. അതിൽ ഒരു പേലോഡ്, ഇമ്പോർട്ടൻറ്റ് പേലോഡ് എൽ ബാൻഡ് സാറിന് പറയും, എൽ ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അതുപോലെ അത് US ആണ് കൊടുത്തത്. ഇറ്റ് ഈസ് ദെയർ പേലോഡ് വിത്ത് ഒരു 12 meter ഡയമീറ്റർ അൺഫർലബിൾ ആൻറ്റന അവരുടെ പേലോഡാണ്. നമ്മൾ ചെയ്തത് ഒരു എസ് ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ്. അപ്പം സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റിന് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആൾ വെതർ കണ്ടീഷനിൽ ഇറ്റ് ക്യാൻ ടേക്ക് ഫോട്ടോഗ്രാഫ്. ക്ലൗഡ് ഉണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ടേക്ക്. അതാണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ്. അത് ഫോർ ദ പർപ്പസ് ഓഫ് എർത്ത് ഒബ്സർവേഷൻ, ഡിസാസ്റ്റർ റിലേറ്റഡ്, ഐസ് റിലേറ്റഡ്, ഐസ് ഗ്ലേസിയർ എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ലിപ്പാവുന്നത്, ഫ്ലോ എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇങ്ങനെയെല്ലാം. അപ്പം അന്ന് 50 കൊല്ലത്ത് മുമ്പോട്ട് നമ്മൾ ഒരു ചെറിയ റോക്കറ്റ് ഡൊനേറ്റ് ചെയ്ത ഒരു കൺട്രിയോടെ ടുഡേ വി ആർ ഈക്വൽ പാർട്ട്ണർ. ഈ മിഷൻ എന്ന അവർ പറയുന്നത് 10,300 crore പേലോഡാണ് അവർ സപ്ലൈ ചെയ്തത്. പിന്നെ നമ്മളുടെ ഇത് ചെയ്ത് സാറ്റലൈറ്റ് ചെയ്തത് നമ്മളാണ്. നിങ്ങളത് ക്ലീൻ, ഇത് 50-50 കോൺട്രിബ്യൂഷൻ അല്ലേ. അവർ ഒരു പേലോഡ് തന്നിട്ടുണ്ട്, നമ്മളൊരു പേലോഡ്. ഇതെല്ലാം സാറ്റലൈറ്റ് ആക്കണമെങ്കിൽ അതൊരു പെരിയ ജോലിയാണ്. സാറ്റലൈറ്റ് നമ്മളുടെ സാറ്റലൈറ്റ്, അത് ലോഞ്ച് ചെയ്ത റോക്കറ്റ് നമ്മളുടേത്. ഇതുവരെ ഇത്ര അക്യുറസി ആയിട്ട് ഒരു ലോഞ്ചർ കൊണ്ട് ഒരു സാറ്റലൈറ്റ് ഇട്ടിട്ടില്ല. 2 kilometer ഡിഫറൻസിലാണ് കൊണ്ട് വിട്ടത്. ഇത് 102 ഒരു മേജർ ഒരു സക്സസ്. അപ്പോൾ ഇത്രയാണ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് അപ്ലിക്കേഷൻ നമ്മളുടെ ആദ്യത്തെ അപ്ലിക്കേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് 1975 August 1st ആണ്. ഒരു 2400 ടെലിവിഷൻ സെറ്റ്സ് ദാറ്റ് വാസ് കെപ്റ്റ് ഇൻ 6 സ്റ്റേറ്റിലെ 2400 വില്ലേജിൽ വെച്ചിട്ട് ഒരു ATS-6 സാറ്റലൈറ്റ്, അഗെയിൻ അമേരിക്കൻ സാറ്റലൈറ്റ്. അതിലിരുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് കൊടുത്താണ്, അറ്റ് എ ടൈം മാസ് കമ്മ്യൂണിക്കേഷൻ വാസ് ഡെമോൺസ്ട്രേറ്റഡ്. അപ്പം അതിലിരുന്ന് ഇന്ന് വരെ ഇഫ് യു സീ ദ ഗ്രോത്ത് കിട്ടത്തട്ട് 55 അപ്ലിക്കേഷൻ ഉണ്ട്. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്, പൊട്ടൻഷ്യൽ ഫിഷറി സോൺ മോണിറ്ററിങ്, ഡിസാസ്റ്റർ വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ, പിന്നെ നേവിഗേഷൻ അപ്ലിക്കേഷൻ, റിയൽ ടൈം മോണിറ്ററിങ് ദ ട്രെയിൻ മൂവ്മെൻറ്റ്സ്, റിയൽ ടൈം മോണിറ്ററിങ് ദ ഓട്ടോമൊബൈൽ മൂവ്മെൻറ്റ്സ്, പിന്നെ ബോട്ട് എല്ലാം സീലുള്ള അതിൻ്റെ മൂവ്മെൻറ്റ്സ്, പിന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഫോർകാസ്റ്റിംഗ്, ക്രോപ്പ് ഫോർകാസ്റ്റിംഗ്, വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരു സോ മച്ച് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ അപ്ലിക്കേഷന് നമ്മൾ അത് പറയണമെങ്കിൽ നാം 5 hours സംസാരിക്കണം. നൗ സോ അപ്ലിക്കേഷൻ വി ഹവ് കം എ ലോങ് വേ. ദെൻ ഗ്രൗണ്ട് സെഗ്മെൻറ്റ് നമ്മൾ ആദ്യം നമ്മളുടെ അടുത്ത് ഒരു ആൻറ്റന അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു കൺട്രിയാണ്. പിന്നെ 32 meter ഡയമീറ്റർ ഉള്ള ഡീപ് സ്പേസ് നെറ്റ്വർക്ക് വേണ്ടി നമ്മൾ ആൻറ്റന ചെയ്തിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റി ഫേസിൽ എന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആക്ടിവിറ്റി, അത് നമ്മളിപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്ടിവിറ്റി പോകുന്നതുകൊണ്ട് അടുത്ത് ഇങ്ങനെ
നിങ്ങൾക്കെല്ലാം അറിയാം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിക്കോസ് യുവർ ക്വസ്റ്റ്യൻ വാസ് ഞാൻ 84 ജോയിൻ ചെയ്യുന്നത്. 84 ഫെബ്രുവരി 1 ജോയിൻ ചെയ്തപ്പോൾ SLV-3 പ്രോഗ്രാം വാസ് ഓവർ. എൻ്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് റോഗിനി സൗണ്ടിങ് റോക്കറ്റിലൂടെ സാലിഡ് പ്രൊപ്പൽഷൻ നാസിൽ ജോലിയും ASLV-യുടെ നാസിൽ ജോലിയുമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ടൈം ഫ്രെയിം നോക്കിയാൽ 75 തൊട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 84 ഞാൻ ജോയിൻ ചെയ്ത് രണ്ടാമത്തെ ജനറേഷൻ ലാഞ്ചർ ഡെവലപ്മെൻറ്റിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിലിருந்து എനിക്കിപ്പോൾ അറിയാം എങ്ങനെ നമ്മളുടെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഗ്രോത്ത് സംസാരിച്ചാൽ ഒരു സിമ്പിൾ ടൈമിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ ബൈസൈക്കിൾ വെച്ചാണ് പണ്ട് റാക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് 9 പ്ലേസസ് 9 സ്ഥലത്തിലെ നമ്പർ 1 പൊസിഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്പർ 1 ചന്ദ്രയാൻ 1 സാറ്റലൈറ്റ്, അതാണ് ആദ്യമായിട്ട് വാട്ടർ മാലിക്യൂൾ കണ്ടുപിടിച്ചത്. ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് കൺട്രി അലോങ് വിത്ത് USA വി ഫൗണ്ട് വാട്ടർ മാലിക്യൂൾ. ചന്ദ്രയാൻ 2 അത് സോഫ്റ്റ് ലാൻഡ് ആയില്ല, ஆனால் അത് ഒരു ആർബിറ്റർ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ആ ആർബിറ്ററിൽ ഒരു ക്യാമറ ഉണ്ട്, കാൾഡ് ഓൺ ആർബിറ്റർ ഹൈ റെസൊല്യൂഷൻ ക്യാമറ. ഇന്ന് മൂൺ സർഫേസിലുള്ള ബെസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത് ISROയുടെ ക്യാമറ ആണ്. 32 സെൻറ്റിമീറ്റർ റെസൊല്യൂഷൻ. മറ്റേ കൺട്രിയുടെ റെസൊല്യൂഷൻ 50 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഏറ്റവും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫ് മൂൺ ഫോട്ടോ വരുന്നത് നമ്മളുടെ ഇതിലാണ്. അതിൽ നമ്പർ 1 മാർസ് ആർബിറ്റർ മിഷൻ. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ എല്ലാവരും ചേർന്ന് ചെയ്ത ഒരിതാണ്. ചന്ദ്രയാൻ സമയത്തിലെ മാധവനാർ സാർ ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ 2 ഡോക്ടർ ശിവൻ ഉണ്ടായിരുന്നു. മാർസ് ആർബിറ്റർ മിഷൻ. നമ്മൾ മാർസ് ആർബിറ്റർ റെഡ് പ്ലാനറ്റ് പോകണമെങ്കിൽ ഇവിടെ നിന്ന് 68 crore kilometer വി ഹാവ് ടു ട്രാവൽ. അവിടെ പോയിട്ട് ഭയങ്കര സ്പീഡിൽ പോകും. അവിടെ പോയിട്ട് ഒരു എഞ്ചിനെ ഓപ്പറേറ്റ് ചെയ്ത് ക്യാപ്ചർ ചെയ്യണം, സ്പീഡെ കുറച്ച്. ഇപ്പം അസ്യൂം യു ആർ നോട്ട് സ്റ്റാർട്ടിങ് എ കാർ ഫോർ 2 months. വെൻ യു സ്റ്റാർട്ട്, ഹൗ ഇറ്റ് വിൽ സ്റ്റാർട്ട് വി ആൾ നോ. ഹിയർ ആഫ്റ്റർ 295 days വി ഹാവ് ടു റീസ്റ്റാർട്ട് എ എഞ്ചിൻ ആൻഡ് വി ഹാവ് ടു ക്യാപ്ചർ. നമ്മൾ പെർഫെക്റ്റായി ക്യാപ്ചർ ചെയ്ത് സക്സസ് ആയി. ഇന്ത്യ ഈസ് ദ ഒൺലി കൺട്രി ആൻഡ് ഫസ്റ്റ് കൺട്രി വിച്ച് ഹാസ് സക്സീഡഡ് മാർസ് ആർബിറ്റർ മിഷൻ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇത് മൂന്നാമത്തെ അച്ചീവ്മെൻറ്റ്. നാലാമത്തത് ചന്ദ്രയാൻ 3. നിങ്ങൾക്ക് എല്ലാവരും യു ആൾ നോ ഇന്ത്യ ഈസ് ദ 4th country ടു സോഫ്റ്റ് ലാൻഡ് ഓൺ ദ മൂൺ, ബട്ട് ഫസ്റ്റ് കൺട്രി ടു സോഫ്റ്റ് ലാൻഡ് നിയർ ദ സൗത്ത് പോൾ ഓഫ് മൂൺ. അഞ്ചാമത്തത് ഇതിൽ നിറയെ ഡേറ്റ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ഇതറിയാം, ബട്ട് അത് സോ മച്ച് വെൽത്ത് ഓഫ് ഡേറ്റ ഇറ്റ് ഹാസ് ഗിവൺ. അതിൽ നമ്മൾ എല്ലാ ഡേറ്റയും എല്ലാ കൺട്രിയും ഡൊനേറ്റ് ചെയ്ത് അങ്ങനെ ഒരു നമ്പർ 1 പൊസിഷനിലുണ്ട്. പിന്നെ ഒരേ റാക്കറ്റ് വെച്ച് നമ്മൾ ആദ്യം സാറ്റലൈറ്റ് വിട്ടത് റഷ്യയല്ലേ, അവർ 37 സാറ്റലൈറ്റ് കൊണ്ട് വിട്ടിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്ത് 100 സാറ്റലൈറ്റ് വിട്ടാലെന്ത്, അപ്പം കൊണ്ട് ഇടുന്നത് എളുപ്പമാണ്, ബട്ട് ഇട്ടിട്ട് അത് കൊലൈഡ് ചെയ്യാൻ പാടില്ല. സക്സസ് ആയിട്ട് ആദ്യമായിട്ട് 100 മോഡൽ 104 സാറ്റലൈറ്റ് കൊണ്ടിട്ടത് നമ്മളുടെ കൺട്രിയാണ്. അടുത്ത് പ്രൊപ്പൽഷൻ ഉണ്ടല്ലോ, പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇപ്പം റാക്കറ്റൊക്കെ പോകണമെങ്കിൽ അത് ഒരു എൻജിൻസ് വേണം. ഈ എൻജിൻസും ഈ കാർ എൻജിൻ ഉണ്ടല്ലോ, നമ്മൾ കാറിലെ എൻജിൻ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. ഫങ്ഷൻ വൈസ് നോക്കിയാൽ നമ്മുടെ കാർ എൻജിൻ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകും ഒരു സ്ഥലത്തിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, ഇല്ലെങ്കിൽ കുറേ ആബ്ജക്റ്റ് കൊണ്ടുപോകും, ഇത്രയല്ലേ ചെയ്യുന്നത്. റാക്കറ്റ് ഇതുപോലെ തന്നെ ചെയ്യുന്നത്. റാക്കറ്റ് എന്താണ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് എയ്തർ ഇറ്റ് ടേക്സ് സാറ്റലൈറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ഓർബിറ്റ് or human being it takes to the this one. Only this is the functionality wise same thing, but there is a difference. ഇപ്പം ട്രിവാൻഡ്രം റോട്ടിൽ ഒരു കാർ എത്ര km/h സ്പീഡിൽ പോകാൻ പറ്റും, ഒരു 80 ഇല്ലെങ്കിൽ 100 km/h പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 അവിടെ കൊണ്ട് വിടണമെങ്കിൽ 37,000 km/h സ്പീഡിൽ കൊണ്ട് വിട്ടാലേ അവിടെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എൻജിനാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ആ പ്രൊപ്പൽഷൻ, അതാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം സാലിഡ് ഉണ്ട്, എയർസ്റ്റോറബിൾ ഉണ്ട്, ക്രയോജനിക് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ വെച്ച് യൂസ് ചെയ്യുന്ന പ്രൊപ്പൽഷനാണ് ഏറ്റവും എഫിഷ്യൻറ്റ് കെമിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റം. ഈ ടെക്നോളജി അതർ കൺട്രീസ് ഡിനൈഡ് ടു ഇന്ത്യ. യു നോ വൈ ദേ ഡിനൈഡ്? Very simple reason. If this technology is available with India, Indian space program will become a shining star program. അതില്ലെങ്കിൽ അവർ ഗ്രോത്ത് വിൽ ബി വെരി വെരി ലെസ്. അപ്പോൾ early 90s ഞാൻ M.Tech ക്രയോജനിക് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത്. ആദ്യം ലോയർ ലെവലിൽ ജോയിൻ ചെയ്ത് സാലിഡിൽ വർക്ക് ചെയ്ത്, സാലിഡ് പ്രൊപ്പൽഷൻ വർക്ക് ചെയ്ത്, പിന്നെ M.Tech പഠിച്ചിട്ട് IIT ഖരഗ്പൂരിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഈ ടെക്നോളജി ഡിനൈഡ് ടു us. Initially Russia wanted to little bit help, but it was denied. Today, to our credit,
there are 3 propulsion systems we have developed successfully, and we are one among 6 countries having that technology in the world. Cryogenics, liquid hydrogen, liquid oxygen, one among 6 countries. അത് മാത്രമല്ല, അതിൽ മാർക്ക് 3 ഒരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അതിൽ മാധവനാർ സാർ അറിയാമല്ലോ, സാറാണ് അത് ഇൻഡിജിനിയസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഹി വാസ് ബിഹൈൻഡ് ദാറ്റ്. അപ്പം ഹി വാസ് അവർ ഡയറക്ടർ ആൾസോ. ഈ ക്രയോജനിക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ISROയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ A. മുത്തനായകൻ സാറാണ് ഫൗണ്ടർ ഡയറക്ടർ. പിന്നെ C-25 കുറച്ച് പുഷ് കൊടുത്ത് അത് കൊണ്ടുവന്നത് മാധവനാർ സാറാണ്. Sir, in between, can I ask you something? ഈ ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലാണ് ഈ 91-ലെ ISRO സ്പൈ കേസ് വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ I don't want to comment on that. has it slowed down? In my opinion, this is a technology which is a complex technology, so I cannot tell that slow down. My opinion, I may be, I mean, there can be difference of opinions, but we were working continuously. But it is a very technological intensive thing. The little bit got slowed down because of the technology denial by other spacefaring countries. Because of that, we got little delayed. But today, I feel that was the right thing which happened because yes, Cosmos, we signed a contract with them. But then there were geopolitical reasons. I don't want to go in detail. Technology was denied to us. They supplied some hardware, but technology transfer was denied. Now today, നമ്മൾക്ക് അതിൽ ഗുണം എന്തെന്നാ, നമ്മൾ ഇൻഡിജിനിയസ് ആയിട്ട് 3 ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അവരുടെ എഞ്ചിൻ അതുപോലെ തന്നെ നമ്മൾ സക്സീഡ് ചെയ്ത് 20 കൊല്ലം എടുത്തു. അവിടെ കുറച്ച് പഠിച്ചിട്ടൊക്കെ വന്ന്, ബട്ട് ഫുള്ളായിട്ട് കിട്ടാതെ കൊണ്ട് 20 കൊല്ലം എടുത്തു. പിന്നെ 2 more stages we have realized and developed. ഇതിൽ രണ്ടാമത്തെ സ്റ്റേജ് മാർക്ക് 3 ഉള്ള C-25 സ്റ്റേജ് ചെയ്തതിൽ we have 3 world records today. വേൾഡ് റെക്കോർഡിന് ലോകത്തിൽ നമ്പർ 1 ആയിട്ട് 3 സ്ഥലത്തിൽ വന്നിട്ടുണ്ട്. അത് എന്തെന്നാ, ഒന്ന്, ജനറലി ഈ എൻജിൻ ഡെവലപ്പ് ചെയ്യപ്പോൾ ഒരു 10 എൻജിൻ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് പോകുന്നത്. അപ്പം ഇതൊക്കെ ആദ്യമായിട്ട് പ്രോജക്റ്റ് ഡയറക്ടർ ആയിരുന്നത് സർവേസൻ സാറിന് ഒരു സാറാണ്. പിന്നെ സാർ മാറിയിട്ട് NK ഗുപ്ത എന്ന് ഒരു സാറുണ്ടായിരുന്നു. സാർ മാറിയിട്ട് പിന്നെ കുഞ്ഞിക്കമറൻ സാർ, ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്, സാറുണ്ട്. പിന്നെ ലാസ്റ്റ് 5 years ഞാനാണ് പ്രോജക്റ്റ് ഡയറക്ടർ ആവുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് വർക്ക് വാസ് ഓൾസോ വിത്ത് മീ. ഐ വാസ് ദ ഡെപ്യൂട്ടി ഡയറക്ടർ പ്ലസ് പ്രോജക്റ്റ് ഡയറക്ടർ. ഈ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ സമയത്തിൽ ലാസ്റ്റ് ഫേസിലാണ് ആക്സിലറേറ്റഡ് മോഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. 2 പേർ ചെയർമാനായിരുന്നു. ഒന്ന് രാധാകൃഷ്ണൻ സാർ. അപ്പം നമ്മൾ ഒരു ഡിസൈഡ് ചെയ്തു, 10 എഞ്ചിനൊന്നും ചെയ്യാൻ പോകുന്നില്ല, 3 എഞ്ചിൻ ചെയ്തിട്ട് വി ആർ ഗോയിങ് ഫോർ ഫ്ലൈറ്റ്. ഒരു ഡിസിഷൻ എടുത്തു. രണ്ടാമത്തത്, എല്ലാവരും ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റ് തൊട്ട് ഫ്ലൈറ്റ് പോകുന്നത് ജനറലി പീപ്പിൾ ടേക്ക് 6 years. നമ്മളൊരു 2 years ടാർഗറ്റ് ചെയ്തു. രാധാകൃഷ്ണൻ സാർ ചെയർമാനാക്കിയപ്പോൾ 2 years ടാർഗറ്റ് ചെയ്തു. അപ്പം നിങ്ങളുടെ അടുത്ത് പറയാം, ഈ 2 years + 3 എഞ്ചിൻസ് എന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഐ എം പ്രസൻറ്റിങ് ആസ് എ പ്രോജക്റ്റ് ഡയറക്ടർ. അപ്പം പ്രസൻറ്റ് ചെയ്യപ്പോൾ അവരെല്ലാം സ്റ്റണ്ണായി നോക്കിയിട്ട് അതർ കൺട്രീസ് ഹാവ് ടേക്കൺ 6 years, some 10 engines. Then a question was asked, are you joking in this international forum? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? I told we will come back after 24 months and we will discuss. Today, with 3 engines in 28 months, no country has done with 3 engines. Minimum other country has taken at least 4 engines. നമ്മളാണ് 3 എഞ്ചിൻ ചെയ്ത് സക്സസ് ആയത്. നമ്പർ 1 പൊസിഷൻ അതിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊക്കെ നമ്മളുടെ വില്ലേജൊക്കെ ഉണ്ടല്ലോ, 1947 നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഒരു 97% പീപ്പിൾ വെയർ ബിലോ ദ പോവർട്ടി ലൈൻ. എത്ര ആൾക്കാർ ഒരു ഇതിലുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിലിருந்து വരുന്നതാണ്. നിറയെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്, സിമുലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് പൈസ വി കാൽക്കുലേറ്റ് വെരി കെയർഫുള്ളി, ദെൻ ഓൺലി വി പമ്പ് ദ മണി ഇൻ സൈഡ്. ഇപ്പോൾ ഒരു എക്സ്ട്രാ എഞ്ചിൻ ചെയ്യണമെങ്കിൽ ഒരു 20-25 crore എഞ്ചിൻ പ്ലസ് ടെസ്റ്റ് ഇത്ര വരും. അപ്പം നമ്മൾ മിനിമം സമയത്തിൽ ചെയ്യണമെങ്കിൽ ലോട്ട് ഓഫ് തിയറിറ്റിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സിമുലേഷൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം 3 എഞ്ചിൻ വെച്ച് 28 മാസം മിനിമം. മറ്റ് ആൾക്കാർ ചെയ്തിട്ടുള്ളത് 34 മാസമാണ് എടുത്തിട്ടുള്ളത് മിനിമം. നമ്മൾ 28 മാസം. അപ്പം അങ്ങനെ 2 സ്ഥലത്തിൽ നമ്മൾക്ക് നമ്പർ 1 പൊസിഷൻ ഇന്ന് ലോകത്തിലുണ്ട്. മൂന്നാമത് ഒരു ഇമ്പോർട്ടൻ്റ് ഇതുണ്ട്, നമ്മൾ ഈ ക്രിയോജനിക്കിൽ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ലിക്വിഡ് ഹൈഡ്രജൻ, 5000 kilogram ഹൈഡ്രജൻ പ്ലസ് ഒരു 23,000 kg ഓക്സിജൻ വെച്ച് ഒരു ടെസ്റ്റ് ചെയ്യണം. ഇത് ഫ്ലൈറ്റ് വിടുന്ന ഇമ്പോർട്ട്. അത് ചെയ്യുന്നത്
മഹേന്ദ്രയിൽ 1000 crore ഒരു ഫെസിലിറ്റി 10 കൊല്ലമായിട്ട് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ജനറലി മറ്റാൾക്കാർ ഹൈഡ്രജൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യില്ലെങ്കിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യും. അപ്പം നമ്മൾ நிறைய பேர் എന്ത് ചെയ്യുന്ന അത് കൊണ്ടുപോയിട്ട് നിറയെ എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഒരു 10 മാസം എക്സ്പെരിമെൻ്റ് ചെയ്ത് പിന്നെയാണ് ടെസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ ടെസ്റ്റ് സ്റ്റാൻഡ് പോകുമല്ലോ. 1000 crore ഫെസിലിറ്റി. അപ്പം നമ്മൾ ആദ്യം ഈ ഇൻഡിജിനിയസ് ക്രയോയിൽ 3 ക്രയോണി പറഞ്ഞല്ലോ, ആദ്യം റഷ്യൻ വെർഷൻ ചെയ്തപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് 14 മാസം കളിച്ചാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പം ഇത് രണ്ടാമത്തേത് വരപ്പോൾ നമ്മൾ വി ആർ എയിമിങ് ഫോർ വേൾഡ് റെക്കോർഡ്സ്. പ്ലസ് വി കനോട്ട് ഡു മിസ്റ്റേക്ക് ഓൾസോ. സോ മച്ച് വർക്ക് വാസ് ഡൺ ആൻഡ് വി ഹാവ് ഡൺ ദിസ് ഇൻ 34 days. 34 days against the world minimum time of 68 days. Generally people take average 10 months. ഇത് മൂന്നാമത്തെ റെക്കോർഡാണ്. ഈ റെക്കോർഡ് അനദർ 50 years ഓൾസോ നോ കൺട്രി ക്യാൻ ബ്രേക്ക് ദിസ് റെക്കോർഡ്. യു നോ വൈ? നോ ബഡി ഈസ് ഗോയിങ് ടു ടേക്ക് ദിസ് ടൈപ്പ് ഓഫ് റിസ്ക്. നമ്മൾ അങ്ങനെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്ത്, അപ്പം കിരൺകുമാർ സാറാണ് ചെയർമാനായിട്ടിരുന്നത്, പുള്ളി സാറാണ് പെർമിഷൻ തന്നത്, ഞാനാണ് പ്രപ്പോസൽ ഇട്ടത്. അങ്ങനെ ആ സമയത്തിൽ സോമനാഥ് സാറാണ് LPSC ഡയറക്ടർ ആകുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് മൈ ടീം ഒരു 10,000 പീപ്പിൾ, ഒരാളുടെ കളിവല്ല, ഒരു 10,000 പീപ്പിൾ ഉണ്ട്. എല്ലാവരും ജോലി ചെയ്ത് കമ്പ്യൂട്ടർ സിമുലേഷനൊക്കെ ചെയ്ത് അങ്ങനെ 3 വേൾഡ് റെക്കോർഡ് അതിലുണ്ട്. അടുത്ത് ഇപ്പം നമ്മൾ ഒരു നിറയെ ഇടത്തിൽ ലോകത്തിലെ ലീഡറായിട്ട് മാറിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പം ഒരു മോഡിജി നമ്മളുടെ ഇപ്പോൾ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ചാർജ് എടുത്ത ശേഷം ആദ്യം ഒരു സാറ്റലൈറ്റ് അതർ കൺട്രിക്ക് വേണ്ടി നമ്മൾ കൺസീവ് ചെയ്ത് ലോഞ്ച് ചെയ്ത് സൗത്ത് ഏഷ്യൻ സാറ്റലൈറ്റ് ഡൊനേറ്റ് ചെയ്തു. നിങ്ങൾ നോക്കണം, ഒരു 50 years ബാക്ക് വി ആർ നോട്ട് ഹാവിങ് ലോഞ്ചർ, വി ആർ നോട്ട് ഹാവിങ് സാറ്റലൈറ്റ്, വി ആർ നോട്ട് ഹാവിങ് ആപ്ലിക്കേഷൻ. ഇന്ന് ഒരു സാറ്റലൈറ്റ് ചെയ്ത് മറ്റു കൺട്രിയിൽ ഡൊനേറ്റ് ചെയ്തിട്ടുണ്ട്. ഭൂട്ടാൻ സാറ്റ് അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഭൂട്ടാൻ ടീം. 433 സാറ്റലൈറ്റ്സ് ഓഫ് 34 ദേശങ്ങൾക്കുള്ള 433 செயற்கைக்கோள் ആർ സാറ്റലൈറ്റ് നമ്മളുടെ റോക്കറ്റ് ഇന്ത്യയിലിരുന്ന് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര ഗ്രോത്ത് ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഇന്ന് നോക്കിയാൽ ഇസ്രോ ഈസ് റിയലി മൂവിങ് ഫോർവേഡ്. ടു യുവർ ക്വസ്റ്റ്യൻ പ്രിസൈസ്ലി, 84 to now, when you look back, in 84 I will say, I mean there can be difference of opinion. Assume we were in the level of something around ഒരു ഗ്രാജുവേഷൻ ലെവലിൽ ഇന്നൊരു PhD ലെവലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ ദിസ് NISR launch, Americans were so much surprised to see such a performance. They were so much appreciating. But they were also surprised, I suppose, when you spotted the leak on അത് ആക്സിയം മിഷൻ ഉണ്ടല്ലോ. ആക്സിയം മിഷൻ it was we were supposed to send our Subhashana Suklaji with 3 more astronauts to space. അപ്പം അതിലൊരു റോക്കറ്റിലൊരു മൈനർ ലീക്കിനെ അവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ 40 കൊല്ലം ഇതല്ലേ ജോലി ചെയ്യുന്നത്. So we understood there is a serious problem, but probably they took it light. But then we demanded what is the reason, but we are not convinced. Then we insisted that unless this is fully corrected, it should not take off, because human life is involved, human safety is involved. ഭയങ്കരமாக ഫോഴ്സ് ചെയ്ത്, ഭയങ്കരமாக ഇൻസിസ്റ്റ് ചെയ്ത്, ഭയങ്കരமாக ആർഗ്യൂ ചെയ്ത്, today finally they called off the launch. Initially they thought we are unnecessarily raising some issues, because in their opinion it is nothing. Say June 11th morning 8:30 launch fix ചെയ്തിട്ടുണ്ട്. ഇത് previous day morning തൊട്ടേ I was leading the team, ISRO 18 people were arguing, they are not bothered. Evening 5:30 they are calling off the launch. At that point of time when they were calling off, they thought that probably it is not the issue. Then a night some 50-60 people they inspected. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് there was a crack in one of the line. അങ്ങനെ ഒരു ക്രാക്ക് വെച്ച് ലിഫ്റ്റ് ഓഫ് ചെയ്താൽ അത് ഇതായി പോകും, കാറ്റസ്ട്രോഫിക് ഫെയിലിയർ ആയി പോകും. ബട്ട് ടുഡേ എവറിബഡി ഈസ് ഹാപ്പി. എൻറ്റയർ വേൾഡ് നോസ് the capability of India, capability of ISRO, capability of Indian education system. അതുകൊണ്ട് if you see the growth from 1984, your question 1984 to till today, or 1975 ആണ് നമ്മൾക്ക് മേജർ മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് അപ്ലിക്കേഷനാണ്. ഇന്ന് ഇതൊരു ഫിനാമിനൽ ഒരു ഗ്രോത്താണ്. അത് ഇന്ന് നമ്മളുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്, ഒരു ഭയങ്കര ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. ഹി ഹാസ് ക്ലിയർലി ഗിവൻ എ വിഷൻ ടു us. 2035 we will have a space station, our own space station.
അത് ഫസ്റ്റ് മോഡ്യൂൾ അപ്രൂവ്ഡ്. 2040 he wanted Indians to land on moon and come back. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മോട്ടിവേഷൻ ഉറപ്പ് എവരിബഡി. Space station there, will it be like together lifted off, or you? No, it will not be lifted off together. It will be 5 modules. Separately it will be lifted up and assembled. അതുക്ക് വേണ്ടി ഒരു എക്സ്പെരിമെന്റ്, ഒരു സ്പേഡക്സ് എക്സ്പെരിമെന്റ് അറിയാമല്ലോ. ദിസ് ഇയർ ജനുവരി 16 നമ്മൾ സക്സസ് ചെയ്തത്. ഈ ഡാക്കിങ് എന്ന ഇപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞാൽ, അസ്യൂം 2 കാർ ട്രിവാൻഡ്രം റോഡിൽ പോകുന്നതുണ്ട് 100 km/h സ്പീഡിൽ. ഈ 2 കാറേയും ഒരു ഇടിക്കാത്ത രീതിയിൽ കറക്റ്റാக കൊണ്ട് സാഫ്റ്റ് രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റും എത്ര പാടിനി ബോത്ത് ആർ മൂവി ആ സമയത്തിൽ ഇത് ചെയ്യണം, എത്ര പാടിന് അറിയാം. ഇത് 2 സാറ്റലൈറ്റ് 28,400 km/h ചുറ്റിക്കൊണ്ടിരിപ്പുണ്ട്. അത് relative speed is less only, but you have to, with a set of cameras, propulsion system and inertial system, അത് വെച്ചിട്ട് കറക്റ്റ് സ്പീഡ് കുറച്ച് കറക്റ്റാக കൊണ്ടുവന്ന് അലൈൻ ചെയ്ത് യു ടു ഡോക്ക്. ആൻഡ് അത് അത്ര എളുപ്പമുള്ള ഒരു ജോലി ഒന്നല്ലേ. അത് എളുപ്പമാണ്, എല്ലാവരും ചെയ്യല്ലോ. നമ്മൾ ലോകത്തിലെ 1 among 4 countries demonstrated that technology. അതുപോലെ to study the sun, we are 1 among 4 countries who have developed a satellite called Aditya L1. അത് ഡെവലപ്പ് ചെയ്ത് അവിടെ കൊണ്ട് കമ്മീഷൻ ചെയ്ത് മാത്രമല്ല എല്ലോണിൽ, അത് 20 terabit സയൻറ്റിഫിക് ഡേറ്റ വിച്ച് ഹസ് കം വി ഹാവ് പുട്ട് ഇൻ ദ സൈറ്റ്. എനിബഡി ക്യാൻ യൂസ് ദറ്റ് ഡേറ്റ. അത് നിങ്ങൾ വീഡിയോ യു ഷുഡ് സീ ഇൻ അവർ സൈറ്റ്. ദ മാസ് ഇജെക്ഷൻ ക്ലോസ് ഇത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. സോ ലോട്ട് ഓഫ് സയൻറ്റിഫിക് വാല്യൂസ് ആർ ആഡഡ്. സോ ടു സമ്മറൈസ്, ദിസ് Indian space program last 63 years. When we started, we were tying in bicycles and we were getting technology from, looking for technology from others. America donated a small tiny rocket to launch from here. Today we are equal partners. And when we succeeded Chandrayaan 3, Japan wanted to collaborate. We have a project called Chandrayaan 5 is approved. Chandrayaan 5 we both are working together. Chandrayaan 3 നമ്മൾ ലാൻഡറുടെ മാസ് 1600 kg. Here 6500 kg is going to land. Chandrayaan 3 the rover പുറത്തോട്ട് വന്നല്ലോ, ആ റോവർ 25 kg, ഇത് 350 kg റോവറാണ്. അപ്പം ഇങ്ങനെ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പം നമ്മളുടെ മോഡിജി ചാർജ് എടുത്ത് 10 years ആയി, പ്രൈം മിനിസ്റ്ററായി. ഈ 10 years ഈ 433 സാറ്റലൈറ്റിന് പറഞ്ഞല്ലോ, ഫോറിൻ സാറ്റലൈറ്റ്, അതിൽ 96% സാറ്റലൈറ്റ് ലാസ്റ്റ് 10 years ആണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ടോട്ടൽ സാറ്റലൈറ്റിൽ 96% സാറ്റലൈറ്റ് ഈസ് ലോഞ്ച് ഡ്യൂറിങ് ലാസ്റ്റ് 10 years. ദാറ്റ് ഇൻഡിക്കേറ്റ് വൺ തിങ്, ദ ഗ്രോത്ത് ഓഫ് സ്പേസ് ഈസ് എക്സ്പൊണൻഷ്യലി ഗോയിങ് അപ്പ്. അതുപോലെ വൺ മോർ തിങ്, ഇപ്പം സ്പേസ് സെക്ടർ റീഫോം എന്നാൽ വി വാണ്ട് ദ പ്രൈവറ്റ് കമ്പനീസ്, അക്കാഡമിയ, ദേ ഹാവ് ടു വർക്ക് ഇൻ ദ സ്പേസ് ഏരിയ. ഇപ്പം റൈറ്റ് നൗ വി ആർ ഹാവിങ് 55 സാറ്റലൈറ്റ് ഇൻ ദ ഓർബിറ്റ്. ആക്ച്വലി ഇത് മതിയാവില്ല. We need at least 3 to 4 times of this. So we are encouraging, hand holding the private sector. അതുപോലെ phenomenal growth ആണ് in summary. Funds, say all the ministry, whatever fund required for us, they are getting the fund. Whatever is required, we are getting the fund. Fund, there is no restriction, nothing. ചന്ദ്രയാന്റെ ഈ ആളുകൾക്ക് ലേമാൻ മനസ്സിലാവുന്ന രീതി ചന്ദ്രയാന്റെ നമുക്ക് ഡേറ്റ കിട്ടിയെന്ന് സാറ് പറഞ്ഞു. ആ ഡേറ്റ നമുക്കത് എങ്ങനെയാണ്, ചന്ദ്രനെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഞാൻ പറയാം. ഇപ്പം ചന്ദ്രൻ, ഇപ്പം നമ്മൾക്ക് അവിടെ നമ്മളൊക്കെ കൊച്ചു സ്റ്റേജിലൊക്കെ അറിയാൻ മൂന്നെണ്ണം അത് എവിടെ ഇരിപ്പുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളൊന്ന് മൂൺ ഇസ് ഇൻ അവർ ഹാൻഡ്, അങ്ങനെ ഒരു പ്ലേ, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഉള്ളത്. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചെന്നാൽ അവിടെ മിനറൽസ് ഉണ്ട്. അയൺ, സിലിക്കൺ, മാംഗനീസ്, ഇങ്ങനെയുള്ള 8 types of minerals we have discovered on the moon. But further study has to be done, quantity. But ഇപ്പോൾ മിനറൽസ് ഉണ്ട് 8 types of. അടുത്തൊരു ഈ സർഫേസ് ഉണ്ടല്ലോ, അത് ഒരു 10 സെൻസർ വെച്ചിട്ട് ഒരു പ്രോബ് വാസ് ഗോയിങ് ഇൻസൈഡ്. ടെമ്പറേച്ചർ ടോപ്പ് ടു ഒരു 10 centimeter ഒരു 70 degree centigrade ഡിഫറൻസ് ഉണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത് ഇപ്പം എർത്ത് ഉണ്ടല്ലോ, ഇല്ല, സർഫേസിൽ സംതിങ് അറൗണ്ട് 60, ഇത് 10 ഒരു 70 degree ഗ്രേഡിയൻ്റ് ഉണ്ട്. പിന്നെ ഒന്ന് എർത്ത് ഉണ്ടല്ലോ, അതുപോലെ അവിടെ എന്തെങ്കിലും സെസിമിക് ആക്ടിവിറ്റി ഉണ്ടാണ് വി വാണ്ടഡ് ടു സ്റ്റഡി. സോ അതൊക്കെ വൈബ്രേഷൻ സെൻസറൊക്കെ വെച്ച് എല്ലാം മറ്റേ റോവർ പോയല്ലോ. സം പ്ലേസസ്
മെഷേർഡ് ദ സെസ്മിക് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് എവറി പ്ലേസ് ഈസ് നോട്ട് കംഫർട്ടബിൾ. സോ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോൺ ക്ലൗഡ്സ്, ഇതുപോലെ കുറേ ഡിസ്കവറിയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കൽപ്പനീയമായിട്ട് പറഞ്ഞ ചന്ദ്രന്റെ നേച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പുതിയ അറിവ് എന്തെങ്കിലും? പുതിയ അറിവെണ്ണ ഇപ്പം ഞാൻ ഒന്ന് പറയട്ടെ. ഇപ്പം എത്രയോ ദേശങ്ങൾ അവിടെ പോയിട്ടുണ്ട്, ലാൻഡിങ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ട് അവിടെ വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? വാട്ടർ മോളിക്യൂൾസിനെ കണ്ടുപിടിച്ചത് ഇന്ത്യൻസ് ആണ്. വിത്ത് ഓഫ് കോഴ്സ് അമേരിക്കൻ പേലോഡ് വാസ് ദെയർ. വി ഹാവ് ഓൺലി ഡിസ്കവേർഡ്. അപ്പം മിണ്ടാതെ ചന്ദ്രനിൽ എന്തുകൊണ്ടെങ്കിൽ ഇവിടെ இருந்தாൽ നമ്മൾ ഇരുന്നുകൊണ്ടേ இருக்கும், പോകുന്നവർ പോയിക്കൊണ്ട് ഡിസ്കവർ ചെയ്തുകൊണ്ടേ இருக்கும். സോ വി ഹാവ് ടു എൻ്റർ ഇൻ ടു ദിസ് ആൻഡ് വി ഹാവ് ടു ഡിസ്കവർ വാട്ട് ആൾ തിങ്സ്. അതിന്റെ പോസിബിലിറ്റി എന്താണ്? വെള്ളം ഉണ്ട് എന്നുള്ളതിന്റെ വെള്ളം ഉണ്ടെങ്കിൽ then tomorrow there is a possibility of human life on the moon. Human life to be trapped because there's always I agree with you. saying that we are buying land in moon. അതൊക്കെ എല്ലാം പറയും. ബട്ട് ഓക്കെ, സേ there is a possibility. If there is a water, surely we can. Plus another thing is we have discovered CO2 ഉണ്ടല്ല. ഇപ്പം സപ്പോസ് we have to go to other planets, രണ്ട് ഓപ്ഷൻ ഉണ്ട്. You can take fuel from the ground and fly directly. Then you need huge rockets. Another one is it can be a transit station. ഇതുപോലെ lot of things will be there. So always say in my opinion some 50 years back when I was young, ഈ മൂന്നെണ്ണ നമ്മൾക്ക് അത് എവിടെയോ ഒരു ഐഡിയ ഇല്ലല്ലോ. Today it is not like that. Scientifically we know, oh, moon is here, these are all things there. അങ്ങനെ ഒരു അറിവുണ്ട്. Now Chandrayaan 4 we are going to land and take sample and bring back and try to do experiments. അവർ നിറയെ എക്സ്പെരിമെന്റ്സ്. Chandrayaan 2 like it was live shown also and we were all like ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്ന എക്സൈറ്റ്മെന്റ് entire India saw, and there was this disappointment and then I heard that you were in the പിന്നെ അതിന്റെ ഫോൾട്ട് ഫൈൻഡിങ് എന്താണ് പിന്നെ പ്രശ്നമെന്ന് കാണിക്കുന്ന ടീമിൽ you were there. Could you explain about what? Say Chandrayaan 2 வந்து up to 2.1 kilometer it was almost coming as expected. Beyond that it went and crashed. Soft landing illa hard landing. Correct almost required place പോയി, but hard landing. അപ്പോൾ നമ്മൾ வந்து there was a committee constituted, a 10-member committee. And the committee job was to understand what is the reason for the problem. Then satellite there are so many systems. There is camera, there is propulsion system, there is inertial system, there is structure, there is a landing mechanism. What are all the improvements required to have a successful of Chandrayaan 3? അപ്പോൾ ഇത് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ദ കമ്മിറ്റി വിൽ സബ്മിറ്റ് ദ റിപ്പോർട്ട് വിത്തിൻ 30 days. ഇത് എല്ലാം പഠിച്ച് നമ്മളെല്ലാം അതിൽ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ റെക്കമെൻഡേഷൻ കൊടുക്കണമെങ്കിൽ അപ്പം ഞാൻ ചെയർമാൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് എന്താണ് 30 days? ഈ ടോൾഡ് ദിസ് ഈസ് വാട്ട് ചെയർമാൻ ദ പ്രൈം മിനിസ്റ്റർ വാണ്ട്സ് ഇൻ 30 days. ഓക്കെ, ഹീ ഈസ് അവർ മിനിസ്റ്റർ. Then we decided one thing. I told my colleagues one thing. Don't worry about 30 days. Let us work continuously. Till we complete and submit the report, we will not move out of this place. We will be only in Bangalore. We will be only in the office. We are not going out. അങ്ങനെ we are working almost 24/7. Daily 3 hours, 4 hours ആണ് എല്ലാവരും ഉറങ്ങുന്നത്. എക്സാക്ട്ലി 30ാമത്തെ ദിവസം ഡെഡ് ലൈനൊക്കെ 5 മണി നേരത്തിന് മുമ്പോട്ട് 1100 page report including annexes with 107 recommendations for improvement was submitted. അപ്പോൾ നമ്മൾക്ക് ഇത് മറ്റേ ആർഡിനറി തീസിസ് പോലല്ലേ, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്തതും ഫെയിലിയർ ആവും. അപ്പം ഇതൊരു ഭയങ്കര കെയർഫുള്ളായിട്ട് ഒരു ചെയ്യേണ്ട ആവശ്യമാണ്. അതിൽ നമ്മൾ ചന്ദ്രയാൻ 2 കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രൊപ്പൽഷൻ സിസ്റ്റം ലിറ്റിൽ ഓവർ പെർഫോംഡ്, പിന്നെ ദർ വെർ സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, ദെൻ ദർ വെർ സം നേവിഗേഷൻ ഗൈഡൻസിൽ ദർ വെർ ഇഷ്യൂസ്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിലും നമ്മളുടെ നോളജും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പെർഫെക്റ്റായിട്ട് എല്ലാം സീറോ ഡൗൺ ചെയ്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് എല്ലാ റെക്കമെൻഡേഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്ത് എക്സെപ്റ്റ് 1 റെക്കമെൻഡേഷൻ ദാറ്റ് വി വേവ്ഡ് ലേറ്റർ. 106 റെക്കമെൻഡേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പിന്നെ അഡീഷണൽ ടെസ്റ്റ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ 1-2 കാര്യം പറയാം. ഈ ലാൻഡിങ് ഉണ്ടല്ലോ, ലാൻഡിങ്ങിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നേവിഗേഷൻ ഗൈഡൻസ് എന്ന് പറയും, കറക്റ്റ് ആ പാത്ത് കൊണ്ട് ആ സോഫ്റ്റ്വെയറിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വി ഹാഡ് ടു ഡു. ഇങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാം ഇതുപോലെ ദർ ആർ മേജർ റെക്കമെൻഡേഷൻ, മൈനർ റെക്കമെൻഡ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്താണ്. പിന്നെ അഡീഷണൽ ടെസ്റ്റൊക്കെ എല്ലാം ചെയ്താണ്. ഇന്ന് ചന്ദ്രയാൻ 3 സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് 2-3 റീസൺ ഉണ്ട്. ഒന്ന്, ഈ കമ്മിറ്റി പെർഫെക്റ്റ്ലി
we have done our job. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കാതെ വിട്ടാൽ അടുത്തത് ഫെയിലർ ആയിരുന്നു. അതുകൊണ്ട് ഒരു അന്ന് ആ സമയത്തിൽ 24/7 ആരും ഫാമിലി കൂടെ ഒരു കണക്ഷൻ ഇല്ലാതെ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്ത ഒരു സമയങ്ങളാണ്. എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ആഫ്റ്റർ 19 days മൈ വൈഫ് സെൻഡ് എ മെസ്സേജ്, വൈ ഡോണ്ട് ടോക്ക് ടു യുവർ സൺ 2 minutes, ഹി ഈസ് മിസ്സിങ് യു. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെയാണ് ആ സമയത്തിൽ ഒരു 24/7 ആ ജോലിയിലാണ് ഇരുന്നത്. ഇന്ന് it is a perfect success because everybody has done their job very well. So I was so blessed to be given the opportunity to, anybody can do that job, but then I was so lucky and blessed to be the chairperson of that committee, and every team members were equally important and we have done a perfect job. So നമ്മുടെ next missions എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ദിസ് ഇയർ കുറച്ച് മിഷൻ ഉണ്ട്. ഒരു മിഷൻ ഒരു കമേഴ്ഷ്യൽ മിഷൻ ഉണ്ട്. US ഒരു 6500 kg ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, അത് വി ആർ ഗോയിങ് ടു ലോഞ്ച് യൂസിങ് അവർ ഓൺ Mark 3 വെഹിക്കിൾ. ബ്ലൂബാക്ക് 2 അതൊരു മിഷനുണ്ട്. പിന്നെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഹാസ് റോൾഡ് ഔട്ട് ദ സ്പേസ് സെക്ടർ റിഫോം. അപ്പോൾ 5 റോക്കറ്റ് നമ്മൾ PSLV റോക്കറ്റ് പ്രൈവറ്റിലെ HAL and L&T consortium they are doing, and the first rocket is going to come out from the industries. Before this financial year end, we are going to launch that rocket. That is going to take a technology development satellite. Their quantum technology we are going to demonstrate, electric propulsion, that is there. Then this year we have declared as Gaganyaan year. ഇപ്പോൾ നമ്മൾ ഗഗൻയാൻ പ്രോജക്റ്റ് സ്റ്റാർട്ടായി 2018 സ്റ്റാർട്ടായി, ഇൻ ബിറ്റ്വീൻ കോവിഡ് ഒന്ന് കുറച്ച് ഡിലേ ആയി. ആൻഡ് ഭയങ്കര ടെക്നോളജി ഡെവലപ്മെൻറ്റ് അത് ചെയ്യണം. അതുകൊണ്ട് ഫസ്റ്റ് അൺക്രൂഡ് മിഷൻ ഈസ് പ്ലാൻ ടു ബി ലിഫ്റ്റഡ് ഓഫ് ബിഫോർ ദിസ് December based on the direction and guideline from Honorable Prime Minister. And പിന്നെ നെക്സ്റ്റ് ഇയർ 2 more uncrewed mission followed by crewed mission 2027. അത് 27 ഫസ്റ്റ് ക്വാർട്ടറിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ ടെസ്റ്റ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, നല്ല കോൺഫിഡൻസ് കൂടുന്നതുകൊണ്ട് അത് ആ മിഷനുണ്ട്. പിന്നെ നേവിഗേഷൻ 03 സാറ്റലൈറ്റ് ദാറ്റ് ഈസ് ടാർഗറ്റഡ്. ഇങ്ങനെ അനദർ 9 launches are planned this year. So one more thing about the Bluebird, ഇപ്പോൾ നമുക്ക് US-ആയിട്ട് കുറച്ചൊരു strained relations ഉണ്ട് after this. I don't want to comment on that. Say, I am a technocrat. Yeah, my question is, will it in any way affect നമ്മുടെ ഈ mission? I don't have any idea, and in my opinion it should not affect. This is my opinion. So നമ്മുടെ സിവിലിയൻ ആസ്പെക്ട് ISROയുടെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. So what about the influence in defense sector, especially networks and warfare, operation Sindoor ഒക്കെ അതിലായിരുന്നു? Say one of the responsibility for us is, I cannot talk everything open. One of the responsibilities to ensure safety and security of every citizen of Bharat. Sindoorla our satellites were effectively used and perfectly it gave the required data. That much only I can do. ഈ ഡിഫൻസിലെ ഷാജോൾച്ചന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡിഫൻസ് സെക്ടറിന്റെ ഡിഫൻസും സ്പേസും ഏതാണ്ട് മ്യൂച്വലി കോംപ്ലിമെന്ററി. Today it is mutually complementary. Definitely നമ്മുടെ ആം ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. That's what I told you. One of the responsibilities of ISRO is to provide necessary support for ensuring safety and security of every citizen of Bharat. Towards that, whatever is required, we are doing. So usually നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ചൈനയാണ്, ഒബ്വിയസ്ലി സ്പേസ് സെക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഒരു what sort of comparison can we have? Say, I don't want to go for that comparison. Reason is very simple. We are not competing with anybody. Say our country, the priorities were different. When 1947, when we got independence, the average life of Indians only 32 years. So the health sector has to improve. 97% people were below the poverty line. So we have to ensure food security of people. Number of primary schools, how many we had? 2,800 primary schools. And we had to invest on primary education. And there was no IIT, no IIM, no All India Institute of Medical Science. Everything we had to build. So our priorities were not competing with anybody to serve the common one of this country, what is required. So like that we have grown. I can only make one statement. By 2040, based on the direction and guideline and vision given by Honorable Prime Minister, we will be in par with any other country
in terms of launch capability, human space flight capability, satellite related technology, everything will be in par. That much I can tell you. നേരത്തെ പറഞ്ഞില്ലേ ക്രയോജനിക് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് അത് അക്വയർ ചെയ്തത്. അതുപോലെ ഏതെങ്കിലും ഒരു ടെക്നോളജി വേറെ രാജ്യത്തിനുള്ള നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് ഏതെങ്കിലും ഒരു ടെക്നോളജി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ? ആ ഒരു we are developing so many things. For example, വലിയ മലയിലെ electric propulsion we are developing, quantum technology we are developing, then artificial intelligence area we are moving forward. 25 years back, where is the Biomitra robot? Today we are having a Biomitra which is going to fly in our this one. And 25 years or 50 years back, where was the communication payloads? Where is the synthetic aperture radar communication? I mean that earth observation system. Everything is new in my opinion. We have gradually grown and we are exponentially now we are growing. സർ, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഈ ഫിഷ് ക്യാച്ച് കിട്ടുന്നത് എങ്ങനെയാണെന്ന്. ഫിഷ് ക്യാച്ച് കിട്ടുന്നത് അത് ഞാൻ ഒന്ന് പറയട്ടെ, രണ്ട് ഇതാണ്. ഒന്ന്, ഇപ്പം ഫിഷ് ഒരു സ്ഥലത്തിൽ ഫിഷ് കിട്ടണമെങ്കിൽ അവിടെ ഫിഷുക്കുള്ള ഫുഡ് വേണം. അത് ക്ലോറോഫിലിന് പറയും. അപ്പം സാറ്റലൈറ്റിലിருந்து അത് എടുക്കാൻ പറ്റും, പിക്ചർ എടുക്കാൻ പറ്റും, ക്ലോറോഫിൽ. രണ്ടാമത്തത്, ഈ ഫിഷ് അവിടെ പോകണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ, അത് കണ്ടിന്യൂസ് എൻവയറൺമെൻറ്റ് വേണം. അപ്പം നമ്മൾ രണ്ട് പാരാമീറ്ററാണ് മോണിറ്റർ ചെയ്യുന്നത്. ഒന്ന് ക്ലോറോഫിൽ കണ്ടൻറ്റ്. അപ്പോൾ അത് മോണിറ്റർ ചെയ്താൽ അപ്പോൾ ഇവിടെയൊക്കെ ഫിഷുക്കുള്ള ദറ്റ് ഫുഡ് ഈസ് ദെയർ. ഫിഷ് ഫുഡല്ലാതെ അതിൻ്റെ ഫുഡില്ലാത്ത സ്ഥലത്ത് പോകില്ലല്ലോ. അപ്പം അതുകൊണ്ട് രണ്ടാമത്തത്, അങ്ങനെ ഫുഡ് ഉണ്ടെങ്കിലും ടെമ്പറേച്ചർ കണ്ടിന്യൂസ് എൻവയറൺമെൻറ്റ് വേണം. അപ്പോൾ രണ്ടും മോണിറ്റർ ചെയ്ത് രണ്ടും ഫേവറബിളായിട്ടുള്ളതൊക്കെ ഡിക്ലെയർ ചെയ്യും. അതിൽ ആൽമോസ്റ്റ് സക്സസ് 95% അവിടെ ഫിഷ് ഉണ്ടാവും. മനസ്സിലായല്ലോ? ഈ രണ്ട് പാരാമീറ്ററും സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ ഗ്ലോബലായിട്ട് പിക്ചറായിട്ട് എടുത്തിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ ഈ വെതർ ഫോർകാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. വെതർ ഫോർകാസ്റ്റിനെ കുറിച്ച് ഇപ്പോഴും ധാരാളം പരാതിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആകുമ്പോഴത്തേക്കും ഫോർകാസ്റ്റിംഗ് അത്ര ആക്യുറേറ്റ് ആവുന്നില്ല എന്നുണ്ട്. എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യത? ഒന്ന്, if we start criticizing, we can continuously criticize. There are improvements possible, but today compared to 30 years back, today it is much better. That much only I can tell. I will not say 100 out of 100 we are scoring. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വി ആർ സാറ്റലൈറ്റ് വെതർ ഫോർകാസ്റ്റിംഗ് അതുകൊണ്ട് സോ മെനി പാരാമീറ്റേഴ്സ് ആർ റിക്വയർഡ്. അതിൻ്റെ ഡേറ്റ എല്ലാം സാറ്റലൈറ്റ് കൊടുക്കുന്നതുകൊണ്ട്. ബട്ട് ഫർദർ വി ആർ ഇംപ്രൂവിങ് ഫർദർ ടു ഹാവ് വെരി അക്യുറേറ്റ് പ്രഡിക്ഷൻ. സേ കമ്പയർഡ് ടു 30-40 ഇയേഴ്സ് ബാക്ക് ഇന്ന് വി ആർ 90-95% സ്കോറിംഗ് പറയാം. ബട്ട് ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ്, some more improvements are required. We are all working towards that. ISROയുടെ ലോഞ്ച് സമയത്തൊക്കെയുള്ള വെതർ ഫോർകാസ്റ്റിംഗിൽ ISRO ചെയ്താലും അപ്പം അതൊക്കെയുള്ള ഡേറ്റ എല്ലാം ഉണ്ടല്ലോ. ആൽമോസ്റ്റ് ഐ വിൽ സേ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് പ്രഡിക്ഷൻ. സാർ നേരത്തെ പറഞ്ഞല്ലോ സാറ്റലൈറ്റ് കുറച്ച് നേരത്തേക്ക് സ്വിച്ച് ഓഫ് ആക്കിയാൽ എവറി ആക്ടിവിറ്റീസ് വിൽ കം ടു സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പോൾ ദാറ്റ് മീൻസ് ഇനിയിപ്പോൾ ഒരു വാറിലേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ വാർ ബി ഫോർട്ട് ഇൻ സൈബർ സ്പേസ്, സ്പേസ്, ഔട്ടർ സ്പേസ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ ISRO എന്തെങ്കിലും ഫുള്ളി വി ആർ വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്, ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്, ടു ടേക്ക് കെയർ ഓഫ് യുവർ സേഫ്റ്റി, to take care of our safety. We are fully involved. Any non-classified information that you can give? I cannot comment further because it is safety, our safety is involved. I can only make a statement. During the Sinthura operation, perfectly our satellites were working. Yes, everything cannot be discussed in public domain. Sir, coming back to നമ്മുടെ മിഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാൻ മിഷൻ എപ്പോഴത്തേക്കാണ്, എന്താണ്? ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നമ്മൾ സേ ലോട്ട് ഓഫ് ന്യൂ ഡെവലപ്മെന്റ് ഹാസ് ടു ടേക്ക് പ്ലേസ്. ഒന്ന് ദ ഹ്യൂമൻ റേറ്റിംഗ് ഓഫ് ദ റോക്കറ്റ്. ഹ്യൂമൻ റേറ്റിംഗ് എന്ന് പറയുന്നത് ലേമൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇംപ്രൂവിങ് ദ റിലയബിലിറ്റി ഓഫ് ദ റോക്കറ്റ് ബൈ പുട്ടിങ് അഡീഷണൽ റിഡൻഡൻസീസ്, ബൈ ഇംപ്രൂവിങ് ദ മാർജിൻ ഓൺ ദ റോക്കറ്റ് സിസ്റ്റം. അങ്ങനെ അതുകൊണ്ട് ഇത് പെർഫെക്റ്റായിട്ട് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ആൾക്കാരെ കൊണ്ടുപോകുന്ന മോഡ്യൂൾ, ആർബിറ്റൽ മോഡ്യൂൾ എന്ന് പറയും. അത് പുതിയ ഡെവലപ്മെൻറ്റ്. ഇപ്പം ആൾക്കാർ അവിടെ പോകണമെങ്കിൽ അതിൽ ടെമ്പറേച്ചർ, പ്രഷർ, കാർബൺ ഡൈ ഓക്സൈഡ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എല്ലാം കറക്റ്റായി വയ്ക്കണമല്ലോ. അപ്പോൾ ഇത് ഓട്ടോമേറ്റഡ് വേല ചെയ്യണമെങ്കിൽ അതിന് നിറയെ കോമ്പോണൻസ് ഇതൊക്കെ എല്ലാം ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്മെൻറ്റ് ഇസ് ഇൻ ദ അഡ്വാൻസ് സ്റ്റേജ്. അടുത്ത മൂന്നാമത്തെ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ആൾക്കാർ റാക്കറ്റിൽ ഇരിക്കപ്പോയോ ആൾക്കാർ പോയപ്പോൾ എന്തെങ്കിലും റാക്കറ്റിൽ ഒരു പ്രോബ്ലം വന്നാൽ അവർ സേവ് ചെയ്യണമല്ലോ. അതൊക്കെ ഒരു ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്ന് പറയും. ഫാസ്റ്റായിട്ട് ഒരു എൻജിൻ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ആ ഡെവലപ്മെൻറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ഓൺ.
அடுத்து இப்போ நம்மளுடைய ராக்கெட் வந்து ஒரு 170 கிலோமீட்டர் வரை கொண்டு போகும். അവിടെ ഇருந்து 400 കിലോമീറ്റർ കൊണ്ടുപോയി സേഫായിട്ട് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, എൻജിൻസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്. പിന്നെ തിരിച്ച് വരപ്പോൾ ഹൈ സ്പീഡിലുള്ള മോഡ്യൂൾ സ്ലോ റെഡ്യൂസ് ചെയ്യണം, അതിൻ്റെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ. ലാസ്റ്റ് ഫേസിൽ ലാൻഡ് ചെയ്യുന്നതുക്ക് പാരച്യൂട്ട്സ് വേണം. 9 പാരച്യൂട്ട്സ് ആർ റിക്വയർഡ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ്. പിന്നെ ലാൻഡ് ചെയ്താലും അവിടെ റിക്കവർ ചെയ്യണമല്ലോ, അതിൻ്റെ ഓപ്പറേഷൻ. ദർ ഈസ് എ നേവൽ ഷിപ്പ് ഈസ് റിക്വയർഡ്, ഹെലികോപ്റ്റർ ഈസ് റിക്വയർഡ്. അത് ഇരുന്നാലും എവിടെ അവർ ലാൻഡ് ചെയ്യും, എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യും, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. അപ്പം ഇങ്ങനെ നിറയെ ലാട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഹാസ് ടു ടേക്ക് പ്ലേസ്. പ്ലസ് ഹ്യൂമൻ സെൻട്രിക് പ്രോഡക്ട്സ്. ഇപ്പം ആൾക്കാരവിടെ പോകണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അതിൻ്റെ റിലേറ്റഡ്. നമ്മളുടെ എല്ലാ ഫെസിലിറ്റിയും അല്ലേ, ചിലത് വന്ന് വി ആർ സെൻഡിങ് ടു അബ്രോഡ്, സം ഓഫ് ദ ട്രെയിനിങ് വി ആർ ഗിവിങ്. അടുത്ത് ഹ്യൂമൻ സെൻട്രിക് പ്രോഡക്ട്സ്, ഫുഡ്, മെഡിക്കൽ കിറ്റ്സ്, പിന്നെ അവരുടെ ഇത് ആസ്ട്രോനോട്ട്സ് സോട്സ്, ഇങ്ങനെയുള്ള നിറയെ ഇറ്റ്സ് എ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു ചെറിയ സാറ്റലൈറ്റ് ചെയ്യുന്നത് പോലെയല്ല. സോ ദിസ് ഈസ് എ നേഷണൽ ലെവൽ പ്രോജക്റ്റാണ്. ഇസ്രോ മാത്രമല്ല, ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, DRDO ലാബ്സ് ഉണ്ട്, പിന്നെ എത്ര അക്കാഡമിക് റെക്കോർഡ്സ് ലാബ്സ് ഉണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത്. Today I will say almost 80% development is completed. Now we have to demonstrate 3 uncrewed missions before going for the crewed mission. So, you spoke about quantum, and this is for our viewers who want to pursue that stream. Quantum and AI relevance, quantum technology in space. Could you elaborate on that? See, today without artificial intelligence nothing will happen. We have reached that level. Data analytics. See, അതിൽ ഒരു പുതിയ വിങ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ ഓഫ് ദ, ക്വാണ്ടം എൻക്രിപ്ഷൻ ഇതൊക്കെ ഒരു പുതിയ ഏരിയ ആണ്. അപ്പം ദാറ്റ് ഏരിയ ഓൾസോ വി ആർ വർക്കിംഗ്. വി ഹാവ് ഡൺ സം ഫണ്ടമെൻ്റൽ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് ഇൻ ദ സാറ്റലൈറ്റ്. ഇതൊക്കെ ന്യൂ ഫീൽഡ്സ് ആണ്. ഈ ലോഞ്ച് ഡേയെ കുറിച്ച് ഒന്ന് പറയാമോ? ലോഞ്ച് ഡേ ഭയങ്കര ഒരു പ്രഷർ, അതിനെ കുറിച്ച് പറഞ്ഞു, ഒരു ഇന്റൻസ് മൊമെന്റ് ആണ്. ഇത് നോട്ട് ഓൺലി ചെയർമാൻ സേ ഫസ്റ്റ് ഓഫ് ഓൾ because of late it's becoming quite a popular thing, എല്ലാരും കാണിക്കുന്നു. സേ യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഇപ്പോൾ ഈ ടേക്ക് ദിസ് ലോഞ്ച് ആസ് എ എക്സാമ്പിൾ. ഈ ലോഞ്ചിൽ അമേരിക്കയുടെ പേലോഡ് வந்து 10,300 crore is their payload. That's what is their estimate. We are not done any estimate, it is their amount. Now we have put something around 1,000 plus crore. That means something around 12,000 crore is the game. Now imagine when the rocket is lifting off, due to some reason it is falling. Now, what will be the public perception on India? What will be the public perception? And the international community, internationally, because America has joined hand and we are launching, the entire world is looking on us. Everybody is looking how the Indians are going to perform. And leave alone, our own family members are looking on us. These fellows, whether they are properly working or am I right? See, we have to say it is not our private money, it is the taxpayers' money. And we are answerable for every citizen of this country. Every citizen of this country. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജോലി ചെയ്യപ്പോൾ നമ്മൾ സ്പേസ് സിസ്റ്റത്തിൽ ഒന്ന് പറയും. സ്പേസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, അസ്യൂം ഒരു വെല്ലുണ്ട്, ഒരു 1.5 meter ഡയമീറ്റർ ബെല്ലെന്ന് അറിയാമല്ലോ, കിണർ. അപ്പം കിണർ ഒരാൾ ലാങ് ജമ്പിൽ ക്രാസ് ചെയ്യണം. അപ്പം ക്രാസ് ചെയ്യപ്പോൾ ഞാൻ 95% ക്രാസ് ചെയ്ത് സക്സസ് ആയി. പുള്ളി എവിടെയാണ് പോകുന്നത്? 90% സക്സസ് ചെയ്ത് എവിടെ പോകും? എയ്തർ ഫെയിലിയർ ഓർ സക്സസ്. ആം ഐ റൈറ്റ്? ഇപ്പോൾ ഈ സ്പേസ് ഗെയിം അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ്, ഇപ്പം ആസ് എ ചെയർമാൻ നയം ദെയർ, വി ഹാവ് ഡൺ അവർ പാർട്ട് വെൽ, വി ഹാവ് ഡൺ എവറിത്തിങ് മെറ്റിക്കുലസ്ലി വെൽ. ബട്ട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ ലോകത്തിൽ. അപ്പോൾ വി വാണ്ട് ടു ബിക്കം എ ഡെവലപ്ഡ് കൺട്രി ആൻഡ് എൻറ്റയർ വേൾഡ് ഈസ് ലുക്കിംഗ് ഓൺ us. ആൻഡ് ഇഫ് യു ആർ നോട്ട് സക്സീഡിങ്, ഇറ്റ് ഈസ് എ നോട്ട് റൈറ്റ്, it's a prestige of the countries involved, not individual prestige. അപ്പം കൺട്രിയുടെ പ്രസ്റ്റീജ്, വെൻ യു ടോക്ക് അബൌട്ട് കൺട്രി സ്റ്റേച്ചർ, we need only success. So we cannot accept other than anything.
when such a expectation is there from the entire world and the entire, you are by fault or by default, you are having some sort of anxiety or this one. But if, for example, this launch when we went, I was 100% confident because we have worked our part. Even before launch, so many committees we formed, revisited entire thing. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായി അതുപോലെ even 1 week before the launch, one full day with all directors, I was sitting morning 9 to night 9:30, just looking whether anywhere anything can go wrong. അപ്പം ഇങ്ങനെയെല്ലാം നമ്മളെല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ എക്സാം എഴുതപ്പോൾ എഴുതുന്നത് 100 സ്കോർ കിട്ടണം, 2 മാർക്ക് കുറഞ്ഞാലും തീർന്നത്, ഫെയിലിയർ ആയി പോയി. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് സ്പേസ് സയൻസിന് പറയുന്നത്. അതുകൊണ്ടാണ് ദ launch day surely everybody will be till it lifts off and our own system works. There will be tension എന്ന് പറയില്ല, but some sort of feelings, some sort of thing, because we are answerable to public, we are answerable to the world, and our country's prestige is involved. Money is one aspect, second is country's prestige, country's stature, and that today after this one we are so relieved and successful because the entire world is praising India. See, it is not the ISRO scientists or individuals, the country position is going up, so adula or compromise. How do you feel when Finally we are all so excited, so happy, and we are proud of our country, proud of our education system, proud of our scientists. And ഇപ്പോൾ ഈ സക്സസ്സിൽ ഒരാളുടെ ജോലി ഇല്ല. ഇത് സംതിങ് അറൗണ്ട് 10,000 people have contributed. Everybody has to contribute synchronized way. അപ്പോൾ ഇറ്റ് ഈസ് ഒരു ടീം വർക്കാണ്. ഈ ടീം വർക്ക് ഇങ്ങനെ സക്സസ് ആയപ്പോൾ ആ എക്സൈറ്റ്മെന്റ് പറയാനേ പറ്റില്ല. ദാറ്റ് യു ഹാവ് ടു ആക്ച്വലി എക്സ്പീരിയൻസ്, then only you can understand. എങ്ങനെയാണ് ആ ലോഞ്ച് ഡേയിൽ എങ്ങനെയാണ് സാറിന്റെ ഒരു റൊട്ടീൻ? എൻ്റെ റൊട്ടീൻ നമ്മൾ നോർമൽ റൊട്ടീൻ ഓൺലി. Sleepless nights can't have when you I slept 6 hours this day, previous day, and got up, went to temple, prayed. അതായത് ഈ പ്രൊജക്ട് ഡയറക്ടർ ആണോ ചെയർമാൻ ആണോ, ലെറ്റ്സ് സേ ഈച്ച് ആ ഒരു നമ്മൾ ഒരു ഹൈറാർക്കി ഉണ്ട്. The project director is responsible for executing the project, then there is a review mechanism, and there is a launch authorization board which has to finally give the launch authorization, and chairman is supposed to approve. So it is not one person, it is the system which has to work. All directors are equally responsible. You would have seen me when it was successful. It is not that the chairman alone or project director alone goes and tell something to the country. It is the entire directors representing this one. We give equal opportunities because it is a teamwork. It is not one person work. So simply one person cannot snatch when the success comes, one person cannot be held responsible. Same way when there is a setback also, it is not one person, it is a team. It is ours is a teamwork. So during the launch, എന്തെങ്കിലും ഒരു crucial decision എടുക്കണമെങ്കിൽ it will be taken by the chairman or it will be a collective decision? It will be a collective decision. It is depending upon the field of expertise. And finally, chairman has to concur. And director, it will come through the review mechanism. Suppose I am an expert, core expert in the propulsion area. If any propulsion, I know what is the issues. Directly, I myself can contribute not as chairman, as an expert. Same way when there is a equipment bay, to be frank, it is not me. I can understand, but not my field. And there are experts, deputy directors, entire thing you leave it to them. And then whatever they say, I accept. And for example, when Chandrayaan 2, first time when we are launching, night, the president has come, and then we are filling the propellant, there was a leakage problem. For a joint, there was a leakage. And then I was the director of the propulsion side. So I was only given the opportunity to review everything. Finally, Chairman Dr. Sivan asked only one question. Narayanan, what is your decision? Your means not my individual decision, my team decision. I told after discussing almost 45 minutes, no, in fact he didn't interfere. We were discussing what is the issue, how to handle everything. And at the end he asked, what is your decision? Your means not V. Narayanan's decision, it is the propulsion community decision. I can understand, but the same way you have to get to the collective wisdom has to come. Then we told, sir, in our opinion, we cannot give clearance. We will correct and come back. He didn't tell anything. He told, yes, I accept, call up the launch. So suppose, if it is same thing, his area, then he himself will sit and discuss. So it is not the chairman, it is not the director,
it is the expert team who is knowledgeable, will discuss, and of course the top management will be informed. Top management is also part of that discussion, and then you decide as a team, not as an individual. There won't be any pressure from the political leadership. Absolutely no. Our political leaders are very good people. It is not that whatever we are seeing during election time, they are all very good people. They don't interfere in the technical. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുകയാണ് 30 days No. For example, President himself was sitting, and we told we cannot take off. So President, what is that? He accepted, and it has to be accepted because it's a technical problem. It is not then we will fall inside the well only. So I think our political leaders are so good people. They don't interfere. സാറിന്റെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണ്? സാർ ഒരു ടാക്സിങ് ആയിട്ടുള്ള ബോസ് Are ആണ്. you taskmaster or Say for example, if you are to make some world records, other countries have taken 6 years. You want to set a target. We have set a target for some career development 24 months. Solely you cannot allow people to go on their own. You have to be a little tough sometime, and you have to encourage people. That is there. So it is one has to have a little balance. Ensure people are happy. Those who are with your team, they are happy. But then a little bit we put tight schedule and ensure people are not escaping. And generally everybody is intelligent, everybody is smart, but little tight work used to be there. Say, unless you sacrifice some of the things, you cannot have great world records. If you run like a normal case, if your project will take 10 years. If you little tighten and go forward, generally all my team members are good people. That much I can tell. I have worked with 13 people, 13 bosses. All bosses are good to me. ISRO has a history of such motivational leaders, I suppose. Right? No, all the leaders, I will tell you, every chairman is a motivating type, in my opinion. ഇസ്രോയുടെ ചെയർമാൻസ് അധികവും DSSC ഡയറക്ടേഴ്സ് ആണ്. സാറാണ് ആദ്യമായിട്ട് LKCയിൽ വന്നത്. അവിടെ നമ്മൾ സെലക്ഷൻ വരപ്പോൾ അങ്ങനെ നോക്കാറില്ല. ദേ ലുക്ക് അറ്റ് എവറി ആസ്പെക്ട് ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ദെൻ ദേ ഡിസൈഡ്. സോ ಅದಕ್ಕೆ VSS ಇನ್ನಿಲ್ಲ. Yes, you are right. ಇದು ಫಸ್ಟ್ ಟೈಮ್ ആണ് LPSC. Maybe my advantage is I was continuously working in that area for 40 years or plus. Propulsion 41 years I was working. Probably the government would have got impressed. See, I will tell you, ISRO, lot of people are good. But then it is a God blessing, seniors blessing, and then your own lot of things decide the thing. And it is finally ultimate, it is the Honorable Prime Minister who has to decide, considering so many aspects, so many things. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണ്? അന്ന് പറഞ്ഞ 96% ഓഫ് സാറ്റലൈറ്റ്സ് ഈ സമയത്തായിരുന്നു ലാസ്റ്റ്. അത് നമ്മളുടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇപ്പം പ്രൈം മിനിസ്റ്റർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സപ്പോർട്ടിങ്. ഇതാണ് നമ്മൾ ഒരു ബെസ്റ്റ് മോട്ടിവേറ്റിംഗ് പേഴ്സൺ ആണ്, ബെസ്റ്റ് സപ്പോർട്ടിങ്. സാറിന് ഒരു വി ഹാവ് ടു മേക്ക് അവർ കൺട്രി ഡെവലപ്ഡ് കൺട്രി. അപ്പം അതൊക്കെ എന്ത് ചെയ്യണമെങ്കിലും അങ്ങനെ സാർ ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്റർ. അങ്ങനെ സംസാരിക്കാനൊക്കെ യെസ്, ഹി ടോക്സ് ഇൻ ദാറ്റ് ലൈൻ. ഇല്ല, മാൻഡേറ്റ് ആൾറെഡി ഇത് എനിക്ക് മാത്രമല്ല, മൊത്തത്തിൽ ISRO അപ് ടു 2047 അതുവരെ ഉണ്ടല്ലോ. ആ മാൻഡേറ്റ് ഉണ്ട്. ഈസ് എ ഹൈലി എൻകറേജിങ്, മോട്ടിവേറ്റിംഗ്, ഔട്ട്സ്റ്റാൻഡിങ് ഒരു ലീഡറാണ്. So much initiative you are taking. Now science area, for example, now even International Space Station, Sukulaji, when he went, there were 7-8 science experiments. And in our vertical, the entire work, earlier there were 5 verticals. Satellite area, launch vehicle area, application area, human spaceflight area, and capacity building. For 2 weeks back, I have formed 3rd, 6th area called space science and astronomy area. And so much experiments are done. We assume space station we are building 2035. What for that station is? So we have to do a lot of experiment, biological, chemical, so material science, lot of experiment has to be done. So that is one of the area we are giving lot of thrust. So അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കട്ടെ, സാർ ഈ സ്പേസിലേക്ക് വന്ന കാര്യം പറഞ്ഞു.
ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസിനെ ഡയറക്റ്റ് ആയിട്ട് സ്പേസിലേക്ക് വരാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. What would you tell them? അവരോട് എന്താണ് സാർ? Space is a area, the opportunities are infinite. And the growth of individual is in their hand only. And you can grow to whatever level you decide. And again, on the first day itself, if you think that to become chairman, what I have to do, you do your duty perfectly with a single-minded devotion. You do it, and then your growth is infinite growth. And it is not only the position as director or chairman. You will get, for example, when a rocket is lifting off, when if you have contributed the type of pleasure, happiness, what you get, nobody can give that happiness. Same way, nobody can take back that happiness from you. So you will get a different excitement. That excitement is the one what is really required in the life. And then my sincere advice is, space is a area. We have got plenty of opportunities. A lot of requirements are there. And even either directly you can join, or some people can work from outside, startup companies. So there is plenty of opportunities in the space. And Honorable Prime Minister always used to say, there should not be any space between space and common man. So we are working towards that. To reduce that gap, lot of work has to be done. So plenty of opportunities are there. One photograph of yours that went very viral was you participating in the Kumbh Mela. There was, I think, North India, a lot of papers had carried it. And also you did a lot of outreach programs there, I suppose, for school students. Could you please elaborate on that, please? In fact, I will tell you, the Kumbh Mela I participated, and I had a lot of opportunity to discuss with so many students. And not only that, one of the important thing, there was a session with university vice chancellors. And they were debating some 5-6 days how to improve the education system in the country. And finally, I happened to be the guest of honor. Then I also shared my views. And so a lot of contribution, not only space. It is a general thing, So it is our responsibility. If the country has to become a developed country, our responsibility to put a right system. So like that, so I think you are keeping track of me so much. No, National Space Day also, I think you have big plans. Yeah. You were saying that. We are going to have a lot of outreach. Finally we have to make scientific chamber among youngsters. That's what we are looking for. And we want lot of people to contribute. Basically, if this country has to become a developed country, we all should believe on ourselves. The students should have got a faith on their capability. They should not think that only foreign people are having great knowledge. No. Our own education system is good. Our own people are doing great job. Our own people from in the Bullacart era today, the people who have given the rocket as a donation to us, they are partner to us. So this type of faith has to be passed to the next generation. So we have to bring scientific temper towards that we are working. So thank you. I think we'll close here. One more question. Space tourism വലിയ ചർച്ചയാറുണ്ട്. ISRO ഏതെങ്കിലും രീതിയിൽ No, we have done some work, but we want to pass the technology to, we are thinking after discussing with Prime Minister to pass the technology to private companies, because we cannot run that program because our mandates are different. Not like a SpaceX, NASA. SpaceX is a different company, It's a private company. So same way with the tie-up it can be possible.